ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CSS ആണ്. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു HTML എന്താണ്, CSS എന്താണ്, അതുപോലെ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ CSSലേക്ക് കയറുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് HTMLന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ടാഗ്സ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ CSS, അതായത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ HTML വെച്ചൊരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CSS ആണ് യൂസ് ചെയ്യുന്നത്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ, അപ്കമിങ് വീഡിയോസിൽ നമുക്ക് നോക്കാം. എന്നാൽ എന്താണ് ഒരു CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു വെബ്സൈറ്റിന് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു CSS എന്ന് പറയുന്നത്. അതായത് ഫോണ്ടിൻ്റെ കളറ്, ഫോണ്ടിൻ്റെ സൈസ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെ കാണിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSS എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം CSSന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എന്താണ്, CSS എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1996 ഫസ്റ്റ് CSS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് CSS 1 എന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 1998 കൂടുതൽ അപ്ഡേഷൻ ഒക്കെ കൊണ്ടുവന്ന് CSS 2 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കറൻ്റ് യൂസ് ചെയ്യുന്നത് CSS 3 ആണ്. അപ്പോൾ CSS 3 കഴിഞ്ഞിട്ട് വേറൊരു വേർഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇല്ല. കാരണം CSS 3 ഇപ്പോഴും അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. ഇനി ഒരു വേർഷൻ 4 അല്ലെങ്കിൽ CSS വേർഷൻ 4 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി നമുക്ക് വരുത്തില്ല. CSS 3 കൊണ്ട് തന്നെ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അവിടെ തന്നെ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഒക്കെ കൊടുത്ത് ഇനിയും പുതിയ പുതിയ അപ്ഡേഷൻസ്, അതായത് അണ്ടർ ഡെവലപ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഈ CSS 3 തന്നെ വരും. അല്ലാതെ CSS 4 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സിൻടാക്സ് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മൾ കോഡിങ്ങിലേക്ക് ഡെഫിനറ്റ്ലി പോകും. എന്താണ് സംഭവം എന്ന് ആദ്യം അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അതിൻ്റെ CSSന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. CSSന് മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ഒന്ന് സെലക്ടേഴ്സും ഒന്ന് ഡിക്ലറേഷൻസും. അപ്പോൾ സെലക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു സിൻടാക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. സെലക്ടേഴ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു P ടാഗ് എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു പാരഗ്രാഫ് ടാഗ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ആ ഒരു പാരഗ്രാഫ് ടാഗിനെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ആ ടാഗിനെ വിളിക്കുന്നു. ഡിഫറെൻറ്റ് സെലക്ടേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. P ടാഗിനെ വിളിക്കുന്നു. P ടാഗിന് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുന്നു. അതായത് പാരഗ്രാഫിൻ്റെ കളറാണ് ഞാൻ മാറ്റുന്നതെങ്കിൽ കളർ പ്രോപ്പർട്ടി, അതായത് ആ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. P ടാഗിനെ വിളിക്കുന്നു, കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അതിനുള്ളിൽ കളർ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുന്നു. കളർ എനിക്ക് വേണ്ടത് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, റെഡ് ആണെങ്കിൽ റെഡ്. അങ്ങനെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ജസ്റ്റ് നമ്മൾ തിയറിറ്റിക്കലി മാത്രം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ല പോകുന്നത്, നമ്മൾ ഇതിനെ കോഡിങ്ങിലേക്ക് ഡെഫിനറ്റ്ലി ഇതിനെ കൊണ്ടുവരും. അപ്പോൾ നമുക്കിനിയും കോഡിങ്ങിലേക്ക് നോക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് CSS ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബോറിംഗ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ട് കഴിഞ്ഞല്ലേ, അതായത് CSSന്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം തിയറി കുറച്ച് ബോറിംഗ് ആണ്. നമ്മൾ വി ആർ കോഡേഴ്സ് ആണ്, വി ആർ പ്രോഗ്രാമേഴ്സ് ആണ്, നമ്മൾ കൂടുതലും കോഡിംഗ് ആണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക്, മീൻസ് ഈ ഒരു കോഡിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു CSSനെ നമുക്ക് ഈ HTMLനകത്തേക്ക് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ CSSന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു index.html ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഈ ഒരു അതിൻ്റെ ഔട്ട്പുട്ടിനെ ഞാൻ ഈ ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഔട്ട്പുട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ H1 ടാഗിനകത്ത് വെൽക്കം ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് വെൽക്കം ഓൾ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ CSSന്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ CSS എന്താണ് എന്നുള്ള ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ടാവും. അതായത് നമ്മളുടെ HTML ഡോക്യുമെൻറ്റിന് സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്നത്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിന് നമ്മൾ എങ്ങനെ നമുക്ക് ഈ ഒരു CSS പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് CSS പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക, അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് CSS എങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്, ഏതൊക്കെ ടൈപ്പ് CSS എന്നുണ്ട്. അതായത് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് CSS ആണുള്ളത്. ഇൻലൈൻ CSS, ഇൻറ്റേർണൽ CSS ആൻഡ് എക്സ്റ്റേണൽ CSS. ഈ 3 രീതിയിലാണ് നമുക്ക് CSS യൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഓരോന്ന് നോക്കാം. അതായത് എന്താണ് ഇൻലൈൻ CSS, എന്താണ് ഇൻറ്റേർണൽ CSS, എന്താണ് എക്സ്റ്റേണൽ CSS എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു H1 ടാഗ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഒരു ഇൻലൈൻ CSS എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇൻലൈൻ CSS നോക്കുകയാണ്. ഇൻലൈൻ CSS കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ഒരു ടാഗിൻ്റെ കൂടെ തന്നെ ആട്രിബ്യൂട്ടായിട്ട് പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായില്ലല്ലേ? നമുക്ക് നോക്കാം. ഞാനിവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ ഇൻലൈൻ CSS പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു H1 ടാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് സ്റ്റൈലിനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻലൈൻ CSS എന്ന് പറഞ്ഞു പറയാൻ പറ്റും. ബാക്കി രണ്ടെണ്ണം നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻലൈൻ CSS ആണ് നോക്കുന്നത്. ഒരു ടാഗ് ഇപ്പം ഞാൻ കറൻ്റ്ലി ഇവിടെ H1 ടാഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ താഴെ ഒരു P ടാഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതായത് ഈ ഒരു H1നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. അതായത് ടാഗിൻ്റെ കൂടെ തന്നെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സ്റ്റൈൽ CSSൻ്റെ കോഡൂടെ പാസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയും. ഞാൻ സ്റ്റൈൽ എഴുതി അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഡബിൾ കോഡ്സ് ഇട്ടതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ H1 ടാഗ് ആണെങ്കിൽ H1 ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിന് കളറൊക്കെ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പഠിക്കാം, ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി. നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി കൊടുക്കുക. അതായത് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. അതായത് ഈ ഒരു വെൽക്കം ഓൾ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. ഞാൻ അതിന് റെഡ് കൊടുത്തു. ഞാൻ സേവ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? ആ വെൽക്കം ഓൾ എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡ് മാറ്റിയതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു കളർ കൊടുത്തു നോക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കളറിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് അവിടെ കിട്ടും. ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഇൻറ്റൻസിറ്റി ആണ് അത് വരുന്നത്. നമുക്ക് ഡിഫറൻറ്റ് രീതിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ പേര്, ഈ ഒരു കളറിൻ്റെ പേര്, കറസ്പോണ്ടിങ് കളറിൻ്റെ പേര് അറിയാമെങ്കിൽ ആ പേര് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് കളേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വിഷ്വൽ കോഡ് ഇത് കാണിച്ചു തരും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഡെഫിനറ്റ്ലി കാണിച്ചു തരും. നിങ്ങളൊരു കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവിടെ അതിൻ്റെ കളർ പാലറ്റ്സ് വരും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഷ് കോഡ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSL വാല്യൂ, HWB വാല്യൂ, അതുപോലെ റെഡ്, ഗ്രീൻ, ബ്ലൂ വാല്യൂ. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കോഡാണ്, അല്ലെങ്കിൽ കളറിൻ്റെ നെയിം ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളറിൻ്റെ നെയിം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ആ കളറിൻ്റെ ജസ്റ്റ് കോഡ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. അത് ഇൻലൈൻ CSS എന്താണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അതായത് ഒരു ടാഗിൻ്റെ കൂടെ, ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു P ടാഗ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഹായ് ഓൾ, ചുമ്മാ ഒരു ഡമ്മി ഡേറ്റ കൊടുക്കാം. ഹായ് ഓൾ എന്ന് കൊടുത്തു. ഹായ് ഓളിനുള്ളിൽ ഞാൻ പിന്നെ സ്റ്റൈൽ എഴുതുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നത്. സ്റ്റൈൽ എഴുതിയതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ഹായ് ഓൾ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു P ടാഗിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ മാറി ഹായ് ഓൾ, അതായത് റെഡ് കളറിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ എലമെൻസിനും, അതായത് ഇപ്പോൾ P ടാഗ് ആയിക്കോട്ടെ, H1 ടാഗ് ആയിക്കോട്ടെ, div ആയിക്കോട്ടെ, ഏതൊരു ടാഗിനും നമ്മൾ ഡയറക്റ്റ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ ഇൻലൈൻ CSS എന്ന് പറയുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പിലും നമുക്ക് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെയാണ് ഒരുപാട് നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലേ? നിങ്ങളൊരു ചെറിയ ഒരു ഡമ്മി വെബ്സൈറ്റ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാസ്ക് എന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത സമയത്ത് തന്നെ നമുക്കറിയാം ഒരു ചെറിയ വെബ്സൈറ്റിൽ പോലും ഇഷ്ടം പോലെ ടാഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ എലമെൻറ്റ്സിനും കൊണ്ട് നമ്മളിങ്ങനെ സ്റ്റൈൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു പ്രാക്ടിക്കൽ വേ അല്ല. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷനോടുണ്ട്. അതിനെയാണ് ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതായത് എൻ്റെ ഹെഡ് പോർഷനുള്ളിൽ നമുക്കറിയാം HTMLൻ്റെ ഹെഡ് പോർഷനുള്ളിൽ ഞാൻ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഈ സ്റ്റൈൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSSൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് HTML നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാഗാണ് സ്റ്റൈൽ ടാഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ ടാഗിനുള്ളിൽ നമുക്ക് പ്രോപ്പർട്ടീസ് എഴുതി കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനാണോ നിങ്ങൾക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇപ്പോൾ എനിക്കിവിടെ H1 എന്ന് പറയുന്ന ഈ ഒരു ടാഗിനാണ് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കേണ്ടതെങ്കിൽ ആ H1 ടാഗിനെ ഇവിടെ വിളിക്കുക, H1 ടാഗ്, എന്നിട്ട് കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക.
അപ്പോൾ ഇനി ഇതിനുള്ളിൽ പ്രോപ്പർട്ടി എഴുതി കൊടുത്താൽ മതി. അതായത് ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം സെയിം തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കളർ പ്രോപ്പർട്ടി, അങ്ങനെയുള്ള ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ കൊടുക്കുന്ന രീതിയിൽ മാത്രമേ ഇവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്റ്റൈൽ പ്രോപ്പർട്ടി ഇൻലൈൻ CSS എടുത്ത് കളയുകയാണ്. നമുക്ക് രണ്ടും കൂടെ കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഇൻലൈൻ CSS എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ H1 ടാഗും അതുപോലെ ഒരു P ടാഗും മാത്രമായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നു. ഈ H1 ടാഗിനുള്ളിൽ നമുക്കിനി സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുക. അതായത് ഈ H1 ടാഗ് വെൽക്കം ഓൾ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു H1 ടാഗ് കറൻ്റ്ലി നമ്മളുടെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഒരൊറ്റ ടാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാത്രമായിട്ട് നമുക്ക് സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാം. സ്റ്റൈൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഡെഫിനറ്റ്ലി അവിടെ ആ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ഓളിന് റെഡ് കളർ വന്നിട്ടുണ്ട്. അതായത് സെയിം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെ വേറൊരു രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ 3 രീതിയിൽ നമുക്ക് CSS കൊടുക്കാൻ പറ്റും. അതിൽ രണ്ടാമത്തെ രീതിയായിട്ടുള്ള ഇൻറ്റേർണൽ CSS ആണ് നമ്മൾ നോക്കുന്നത്. ഇൻറ്റേർണൽ CSS ആണ് നമ്മൾ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇൻറ്റേർണൽ CSS ആണ്. അതായത് ഹെഡ് ടാഗിനുള്ളിൽ സ്റ്റൈൽ ടാഗ്, ഹെഡ് സെക്ഷനുള്ളിൽ സ്റ്റൈൽ ടാഗ് പറഞ്ഞു കൊടുത്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ ഇൻറ്റേർണൽ CSS എന്നും, അതുപോലെ നമ്മൾ ടാഗിൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ടാഗിൻ്റെ കൂടെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻലൈൻ CSS എന്നും പറയുന്നു. വേണമെങ്കിൽ ഈ ഒരു P ടാഗിന് നമുക്ക് കൊടുക്കാം. അടുത്ത നെക്സ്റ്റ് ഞാൻ P ടാഗ് ചൂസ് ചെയ്യുന്നു. ആ P ടാഗിന് ജസ്റ്റ് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇതേ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് റിസൾട്ട് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ബ്ലൂ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. അതായത് H1നും P ടാഗിനും. അപ്പോൾ ഇതേപോലെ ഇവിടെ വേറൊരു ടാഗ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ H1 ടാഗ് തന്നെ 2 എണ്ണം ഉണ്ടാവാമല്ലോ. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാം. H1 ടാഗ് തന്നെ ഒന്നിൽ കൂടുതൽ H1 ടാഗ് വരാം. അപ്പോൾ നമ്മളിവിടെ H1 വിളിച്ചത് കൊണ്ട് തന്നെ നമ്മൾ എത്ര H1 ഇതിനകത്ത് ആഡ് ചെയ്തോ ആ H1-നെല്ലാം ഈ ഒരു സ്റ്റൈൽ അപ്ലൈ ആവും. അപ്പോൾ ഞാനിവിടെ ഈ H1 ടാഗിനകത്ത് സൈറ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒരു ഡമ്മി ഡാറ്റ ആയിട്ട് സൈറ എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ സൈറ എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സൈറയ്ക്കും, അതായത് ഈ കൊടുത്തിരിക്കുന്ന ഇത് H1 ടാഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഇതിനും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ എത്ര P ടാഗ് ഉണ്ടോ അതിനെല്ലാം ഈ സ്റ്റൈൽസ്, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്ക് വേറെ രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് ഒരു H1നെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ക്ലാസ്സസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇൻലൈൻ CSSഉം ഇൻറ്റേർണൽ CSSഉം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എക്സ്റ്റേണൽ CSS. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 രീതിയിൽ നമുക്ക് CSSൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് അല്ലേ. എക്സ്റ്റേണൽ CSS ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. ഫ്രം സ്ക്രാച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു ഫയൽ വേണം, ഒരു CSS ഫയൽ വേണം. ആ CSS ഫയലിനെ നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിൽ HTML ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റൈൽസ് മാത്രം യുണീക്കായിട്ട് മാറി നിൽക്കും. അതായത് നമ്മുടെ സ്റ്റൈൽസിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് വേറൊരു ഫയലിലേക്ക് മാറ്റാൻ പറ്റും. അതായത് CSS സ്റ്റൈൽസിനെ കംപ്ലീറ്റ്ലി നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഫയലായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ style.css എന്ന് കൊടുത്തു. അതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .css ആയിരിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ .html കൊടുത്ത പോലെ തന്നെ അതിൻ്റെ സ്റ്റൈൽ .css എന്ന എക്സ്റ്റൻഷൻ വരണം. ഞാൻ എക്സ്റ്റൻഷൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ style.css സ്റ്റൈൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ കൊടുത്ത പോലെ തന്നെ, അതായത് നമ്മൾ ഈ ഒരു സെലക്ടർ വിളിച്ചു, അതായത് ഈ ഒരു H1 ടാഗ് P ടാഗ് ഒക്കെ വിളിച്ച് നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഈ style.cssനകത്തും ഇതേപോലെ തന്നെയാണ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഞാനിത് ജസ്റ്റ് കട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. അതായത് ഈ സ്റ്റൈൽ നമുക്കിനി ആവശ്യമില്ല, കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ style.cssലേക്ക് കൊണ്ട് അതിനെ പേസ്റ്റ് ചെയ്യുന്നു. അതായത് H1നും P ടാഗിനും ഞാനിവിടെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വേറൊരു ഫയൽ, ഒരു CSS ഫയൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഒരു HTML ഡോക്യുമെൻറ്റ് index.html എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു CSS സ്റ്റൈൽ ഫയൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ജസ്റ്റ് ആ ഒരു പ്രോപ്പർട്ടീസ് H1ന് ബാക്ക്ഗ്രൗണ്ടും P ടാഗിന് ബാക്ക്ഗ്രൗണ്ടും കൊടുത്തു. ഇപ്പം നിങ്ങളിവിടെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇങ്ങനെ ആഡ് ചെയ്ത സമയത്ത് ഇവിടെ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നല്ലേ. അതായത് റെഡ് ഗ്രീന് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു style.css എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ നമ്മൾ index.htmlലേക്ക് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫയലിനെ ഈ style.css എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ index.htmlലേക്ക് ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമുക്കത് ലിങ്ക് ചെയ്യാം. ലിങ്ക് ചെയ്യാനായിട്ട് ഈ ഹെഡ് ടാഗിന് ഉള്ളിൽ തന്നെ ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്, ലിങ്ക് ടാഗ്. ലിങ്കിൽ റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുക്കണം. REL എന്നാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് സ്റ്റൈൽ ഷീറ്റ് ആണ്, സ്റ്റൈൽ ഷീറ്റ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ നമുക്ക് href പറഞ്ഞു കൊടുക്കണം. href എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സ്റ്റൈലിൻ്റെ ഫയലിൻ്റെ പേര് .style.css. അതായത് നമ്മുടെ സെയിം ഫോൾഡറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ 2 ഫയലും സെയിം ഫോൾഡറാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് .style.css എന്ന് ഞാനിവിടെ കൊടുത്തത്. അതായത് നിങ്ങൾ href, അതായത് ലിങ്ക്, href എന്ന് പറഞ്ഞാൽ സോഴ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഇമേജ് ടാഗ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ SRC പറഞ്ഞു കൊടുത്തില്ലേ, അതേപോലെ തന്നെ href എന്ന് പറയുന്നത് സോഴ്സ് ആണ്, റെഫറൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മളുടെ CSS ഫയൽ, അതായത് style.css എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം ഇന്നടത്താണ് കിടക്കുന്നത് എന്ന് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു href യൂസ് ചെയ്യുന്നത്. ഡോട്ട് സ്ലാഷ് കൊടുക്കുമ്പം അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഫോൾഡറിൽ കിടക്കുകയാണ്. സെയിം ഫോൾഡർ, അതായത് index.html style.css രണ്ടും ഒരു സെയിം ഫോൾഡറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ./ യൂസ് ചെയ്തു, style.css. ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ VS കോഡ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരും, അതിനെ ചൂസ് ചെയ്യുക. style.css ചൂസ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന, അതായത് H1 ടാഗിനും P ടാഗിനും നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആപ്ലിക്കബിളായി നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽസ് എക്സ്റ്റേണൽ CSS യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എക്സ്റ്റേണൽ CSS കമൻറ്റ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, Ctrl/ കൊടുക്കുക. അപ്പം ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും VS കോഡിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl/ കൊടുത്തു കഴിഞ്ഞാൽ അത് കമൻ്റ് ആകും, അല്ലെങ്കിൽ അൺകമൻറ്റ് ചെയ്യാനും സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി എക്സ്റ്റേണൽ CSS ഞാൻ കമൻറ്റ് ചെയ്തിട്ടില്ല. അതിനെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് Ctrl/ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കമൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. കമൻറ്റ് ചെയ്ത കോഡ് ഒരിക്കലും എക്സിക്യൂട്ട് ആവത്തില്ല, നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചു തരത്തില്ല. അതായത് ഡെവലപ്പേഴ്സിൻ്റെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ കമൻറ്റിങ് യൂസ് ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യുന്നതിനൊക്കെ സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. എങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഡെവലപ്പർ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതായത് ഒരിക്കലും കമൻറ്റ് നമുക്ക് വലിയ ലൈൻസോ പാരഗ്രാഫായിട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, എല്ലാ കോഡേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ. അതായത് റീഡബിലിറ്റി, കോഡിൻ്റെ റീഡബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം, വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തു എക്സ്റ്റേണൽ CSS, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 രീതിയിലുള്ള CSS സ്റ്റൈലിംഗ് പഠിച്ചു. ഇൻറ്റേർണൽ CSS, ഇൻലൈൻ CSS, എക്സ്റ്റേണൽ CSS. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അതായത് H1 ടാഗോ P ടാഗോ div ടാഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. നമുക്ക് സെലക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് സെലക്ടേഴ്സ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം.